ഹലോ, ഞാൻ സുരേഷ് KS. എൻ്റെ ഈസി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, നേരത്തെ നാം 2D ആണ് ക്രിയേറ്റ് ചെയ്തത്, ക്യാബിൻ 2D. അതിൻ്റെ 3D ഫോമാണ് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, 3D. അപ്പോൾ ആദ്യം നമ്മൾ 3Dയിലേക്ക് കടക്കുന്നതിന് മുമ്പായി കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് നടത്തണം. ഇതിനു വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ക്യാബിൻ്റെ പാർട്ട് 4 ആണ്. പാർട്ട് 4 4ാം ഭാഗമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അതാണ് പാർട്ട് 5ഉം പാർട്ട് 6, പാർട്ട് 7, പാർട്ട് 8 ഇത്രയും നമ്മൾ കൂടുതലായിട്ട് വേറെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പാർട്ട് 5 എന്ന് പറയുന്നത് ഫ്രണ്ട് എലിവേഷൻ ആണ്. അത് നമുക്ക് ഇതിന് ആവശ്യമില്ല. പാർട്ട് 6 ഹാച്ചിങ് ആണ്. പാർട്ട് 7 ആഡിങ് ടെക്സ്റ്റ് ആണ്. പാർട്ട് 8 ഡയമെൻഷൻ ആണ്. ഇതെല്ലാം ഒഴിവായി നമുക്ക് ആകെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ വാൾ, അങ്ങനെയുള്ള വാൾ, പിന്നെ വിൻഡോ, ഡോർ, ഇതാണ് നമുക്ക് ആവശ്യം 2D ആക്കാനായിട്ട്. അപ്പം അതിനു വേണ്ടി നമ്മൾ പാർട്ട് 4 ആണ് ഈ തുറന്നു വെച്ചിരിക്കുന്നത്. പാർട്ട് 4ലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ വേറെ ചെയ്യാനുള്ളത്, ഇപ്പോൾ ഇത് 2D ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് 3D അതിലേക്ക് ആക്കണം. 3Dയിലേക്ക് ആക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഈ സ്റ്റാറ്റസ് ബാറിലുള്ള വർക്ക് സ്പേസ് സ്വിച്ചിങ് എന്ന് പറയുന്ന ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൽ 3D മോഡലിംഗ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഈ റിബൺ ഏരിയയിൽ ശരിക്കും 3D കമാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഒപ്പം 2D കമാൻഡ്സും ഉണ്ട്. ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ആരംഭിക്കാം. ഇത് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ലേയേഴ്സ് കണ്ടോ, ലേയേഴ്സ് ഒരു ചെറിയ ഇതാണ് കാണുന്നത്. ഇതിന് നമ്മൾ ക്ലിക്ക് ചെയ്ത് ആരോ ക്ലിക്ക് ചെയ്തിട്ട് ആ ലേയേഴ്സ് കൃത്യമായി മുഴുവൻ കാണാൻ ഈ വ്യൂ എന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി ഇവിടെ കൊണ്ടുപോയി ഇട്ടതിന് ശേഷം ഈ ലേയേഴ്സ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലേയേഴ്സിൻ്റെ മുഴുവനും ഈ റിബണിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2Dയിൽ ലേയേഴ്സും കൃത്യമായി കാണാൻ കഴിയുന്നു. ഇനി നമുക്ക് ഓരോന്ന് നമുക്ക് ആദ്യം ആവശ്യം ഈ വാൾ ആണ്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രീസ് ചെയ്യാം. അതിനുവേണ്ടി ഈ ലേയേഴ്സിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം 0 ലെയർ ആക്കുക, ഡീഫോൾട്ട് ലെയർ ആക്കുക. ശേഷം ഫ്രീസ് ചെയ്യാവുന്നത് ഈ വാൾ ഒഴിച്ച് 2D വാൾ ഒഴിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ വാൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ വിൻഡോ ഇപ്പോൾ ഫ്രീസ് ചെയ്യാം. പിന്നെ ത്രെഷ്ഹോൾഡ് ഫ്രീസ് ചെയ്യാം, സ്റ്റെപ്സ് ഫ്രീസ് ചെയ്യാം, റൂഫ് ഫ്രീസ് ചെയ്യാം, ഫിക്സ്ചേഴ്സ് അത് ഫ്രീസ് ചെയ്യാം, ഡോർസ് ഫ്രീസ് ചെയ്യാം. ഇപ്പോൾ എല്ലാം ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ശരിക്കും വാൾ 2D വാൾ മാത്രമായി. ഇനി നമുക്ക് ഈ 2D വാൾ നമുക്ക് ഈ അൺസൈഡ് വ്യൂവിൽ ചെന്ന് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് SW ഐസോമെട്രിക് ആക്കണം. SW ഐസോമെട്രിക് വ്യൂ ആക്കണം. ഈ വ്യൂവിലാക്കാം. ഇനി നമുക്കത് സൂം ഔട്ട് ചെയ്യാം. ഒന്ന് ഇങ്ങനെ നോക്കാം. ഇനിയാണ് നമ്മൾ ഇത് 3D ആക്കാൻ പോകുന്നത്. ഇത് 3D ആക്കുന്നത് നമ്മൾ ബോക്സ് കമാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ്. അതായത് ഔട്ട്സൈഡ് ബോക്സിൽ നിന്ന് ഇതിൻ്റെ ഈ വാളിൻ്റെ ഔട്ട്സൈഡ് അതിൽ നിന്ന് നമ്മൾ ഇൻസൈഡിൽ കുറേ ബോക്സുകൾ സൃഷ്ടിക്കും. അത് ഈ ബാത്റൂമിന് വേണ്ടി, പിന്നെ ലിവിങ് റൂമിന് വേണ്ടി, സിറ്റ് ഔട്ടിന് വേണ്ടി, ബെഡ്റൂമിന് വേണ്ടി ബോക്സുകൾ സൃഷ്ടിക്കും. ആ ബോക്സുകൾ നമ്മൾ ഈ ആദ്യം സൃഷ്ടിച്ച ഈ ഔട്ട്സൈഡ് ബോക്സിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിലുള്ള ഭാഗമാണ്. അതാണ് 2D വാളായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ആദ്യം ബോക്സ് കമാൻഡ് എടുക്കുക. അതിനു മുമ്പ് നമുക്ക് ഓരോന്നിനും ലെയർ വേണം. 2D ലെയേഴ്സ്
3D ലെയേഴ്സിന് ഓരോന്നും നമുക്ക് ഉണ്ടാക്കണം. ആദ്യം 3D ലെയർ, വാൾ 3D ലെയർ ഉണ്ടാക്കാം. അപ്പോൾ 3D ലെയർ LA ആണ് ഷോർട്ട് കട്ട് ലെയറിൻ്റെ നെയിം LA. ഇനി നമുക്ക് ഒരു ലെയർ, ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്ക് 3D വാൾ എന്ന് പേര് കൊടുക്കാം. 3D വാൾ. അതിന് ഒരു കളറായിട്ട് നമുക്ക് ഈ ഒരു കളർ കൊടുക്കാം. ഓക്കെ അടിക്കാം. എന്നിട്ട് നമുക്ക് ഒരു സെറ്റ് കറന്റ് ആക്കാം. അത് കറന്റ് ലെയർ ആക്കാം. ഇതിവിടെ ക്ലിക്ക് ചെയ്താൽ മതിയോ. ഇപ്പം കറന്റ് ലെയർ 3D വാളായി. ഇനി അത് നമുക്ക് ഈ ലെയർ മാനേജ്മെന്റ് പ്രോപ്പർട്ടീസ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ 3D വാൾ ആണ്. ഇനി നമുക്ക് ബോക്സ് കമാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വാൾ ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് ബോക്സ് കമാൻഡ്. ബോക്സ് കമാൻഡ് ക്ലിക്ക് ചെയ്യുക. ശേഷം ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഔട്ട്സൈഡ് ഈ ഏരിയ ക്ലിക്ക് ചെയ്യാം അല്ലേ. അതിന് ഔട്ട്സൈഡ് ഇത് ഇവിടെ ഫസ്റ്റ് കോർണറായിട്ട് ഈ എൻഡ് ക്ലിക്ക് ചെയ്യുക. അതർ കോർണറായിട്ട് ഈ എൻഡും ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ബോക്സ് ഉണ്ടാക്കുന്നത്. ശേഷം 9 അടിയാണ് ഇതിൻ്റെ പൊക്കം, വാളിൻ്റെ പൊക്കം. അപ്പം 9 അടി എൻ്റെ 9 അടിയിലുള്ള ആദ്യത്തെ വാളിൻ്റെ ഒരു ഭാഗം കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് അടുത്ത വാളുകൾ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി അടുത്ത വാളുകൾ ഉണ്ടാക്കാം. അടുത്ത വാൾ ആദ്യം നമുക്ക് ലിവിംഗ് റൂമിന് വേണ്ടിയുള്ള വാൾ ഉണ്ടാക്കാം. അപ്പോൾ ബോക്സ് കമാൻഡ് ഓൾറെഡി ഉണ്ട്, പ്രീവിയസ് കമാൻഡ്. അത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രസൻറ്റ് കമാൻഡ് ആവും, കറണ്ട് കമാൻഡ് ആവും. അപ്പം എൻ്റർ അടിച്ചാൽ മതിയാവും. എൻ്റർ അടിക്കാം. ഇനി ഇവിടെ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് കോർണറായിട്ട്, സെക്കൻഡ് കോർണറായിട്ട് ഈ ലിവിംഗ് റൂമിൻ്റെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ശേഷം 9 അടി ഉയരത്തിലേക്ക് 9 അടി അതും നമ്മൾ ബോക്സ് ആക്കി. ഇനി അതിൻ്റെ ലിവിംഗ് റൂമിൻ്റെ അടുത്ത ഭാഗം അത് മുഴുവനായിട്ടില്ല, ഈ ഭാഗം കൂടിയുണ്ട്, അതും നമുക്ക് ബോക്സ് ആക്കി എടുക്കണം. അപ്പോൾ എൻ്റർ അടിച്ചാൽ മതി, യൂസ് കമാൻഡ്. ഇനി ഇത് ഫസ്റ്റ് കോർണർ പോയിന്റ് ആക്കുക. നെക്സ്റ്റ് ഇവിടെ ഇതിൻ്റെ ഒപ്പം മുമ്പത്തെ ബോക്സിൻ്റെ ഒപ്പം നെക്സ്റ്റ് പോയിന്റ് ആക്കുക. ഇനി 9 അടി എൻ്റർ ചെയ്യുക. അപ്പം അതും ഒരു ബോക്സ് ആയി. ഇനി നമുക്ക് ബാത്റൂമിനും ബോക്സ് ഉണ്ടാക്കുക, ഒപ്പം ബെഡ്റൂമിനും ബോക്സ് ഉണ്ടാക്കുക. ബാത്റൂമിന് എൻ്റർ അടിക്കുക. ഫസ്റ്റ് കോർണറായിട്ട് ഇത് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് കോർണറായിട്ട് ഇവിടെ ഈ കോർണറും സ്പെസിഫൈ ചെയ്യുക. ശേഷം 9 അടി. അപ്പോൾ അത് ബോക്സായി. ഇനി നമുക്ക് ബെഡ്റൂമിൻ്റെ എൻ്റർ അടിച്ചാൽ മതിയാവും. നമുക്ക് ഈ ഫസ്റ്റ് കോർണറായിട്ട് ഇവിടെ ഈ പോയിന്റ് സെലക്ട് ചെയ്യുക. സെക്കൻഡ് കോർണർ അതായത് ഓപ്പോസിറ്റ് കോർണറായിട്ട് ഈ പോയിന്റ് സെലക്ട് ചെയ്യുക. 9 അടിക്കുക. 9 അടി. ഇനി നമുക്ക് ഇവിടെ സിറ്റ് ഔട്ടാണ് ബോക്സ് ആക്കേണ്ടത്, സിറ്റ് ഔട്ടിൻ്റെ ഏരിയ. അപ്പം എൻ്റർ അടിക്കുക. ബോക്സ് കിട്ടുന്നു. നമുക്ക് സിറ്റ് ഫസ്റ്റ് കോർണറായിട്ട് ഈ എഡ്ജ് ഈ പോയിന്റ് എൻ പോയിന്റ് ഇത് സെലക്ട് ചെയ്യുക. സെക്കൻഡ് കോർണറായിട്ട് ഈ എൻ പോയിന്റ് സെലക്ട് ചെയ്യുക. 9 അടി ഉയരത്തിലേക്ക് അയക്കുക. ശരിയാക്കുക. ഇപ്പോൾ എല്ലാ ബോക്സും അപ്പം 5 ബോക്സ് അതിനകത്ത് ഈ ഔട്ട്സൈഡ് ബോക്സിനകത്ത് 5 ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിന് വേണ്ടി. അപ്പോൾ നമുക്കിനി അത് സബ്ട്രാക്ട് ചെയ്യണം. അതായത് ഈ ഔട്ട്സൈഡ് ബോക്സിൽ നിന്ന് ഇൻസൈഡ് ബോക്സുകളെല്ലാം സബ്ട്രാക്ട് ചെയ്ത അതിനിടയിലുള്ള ഒരു ഭാഗം, ആ ഭാഗമാണ് 3D വാളായി തീരുന്നത്. 3D വാൾ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് കമാൻഡ് എടുക്കുക. സബ്ട്രാക്ട് കമാൻഡ് ഷോർട്ട് കട്ട് SU ആണ്, SU. അല്ലെങ്കിൽ നമുക്കിവിടെ ഇവിടെ കാണുന്നുണ്ട് സോളിഡ് യൂണിയൻ, അതിന് നേരെ അടിയിലായിട്ട് സോളിഡ് സബ്ട്രാക്ട് എന്ന് കാണുന്നുണ്ട്. ഇതാണ് 3 ഇങ്ങനെ ഉണ്ട്, സോളിഡ് എഡിറ്റിംഗ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം സോളിഡ് ഇന്റർസെക്ഷൻ, അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇതാണ്
സോളിഡ് സബ്ട്രാക്ട് അല്ലെങ്കിൽ SU എന്ന് അടിച്ചാൽ മതിയാവും. സബ്ട്രാക്ട് കമാൻഡ് ഇവിടെ നിന്ന് എടുത്തില്ലെങ്കിൽ SU എൻ്റർ. ഇനി നമുക്ക് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ഔട്ട്സൈഡ് വാളാണ്. അതിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ശേഷം എൻ്റർ ചെയ്യുക. ഇനി ഇൻസൈഡ് ബോക്സുകളെല്ലാം സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുക, ഈ ബോക്സ് സെലക്ട് ചെയ്യുക, ഇതും സെലക്ട് ചെയ്യുക. ഇപ്പോൾ 3 ബോക്സ് 5 ബോക്സാണൊക്കെ ഉള്ളത് ഇതിനകത്ത്. ഇനി നമുക്ക് ഈ ബോക്സ് സെലക്ട് ചെയ്യാം. ഈ ബോക്സ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പോൾ ഈ ബോക്സും കൂടി സെലക്ട് ചെയ്താൽ എല്ലാ ബോക്സും ആയി. 5 ബോക്സും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അകത്തുള്ള. ഇനി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈ ഔട്ട്സൈഡ് ബോക്സിൽ നിന്ന് ഇൻസൈഡ് ബോക്സ് മുഴുവനും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളതാണ് നമുക്ക് 3D വോളായിട്ട് കിടക്കുന്നത്. ഇനി എൻ്റർ അടിക്കുക, എൻ്റർ ചെയ്തു. ഇപ്പോൾ എല്ലാം സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 3D വോളായി കഴിഞ്ഞു. ഇത് നമുക്ക് കൃത്യമായിട്ട് കാണണമെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയാൽ മതിയാവും. ഈ 3D വയർ ഫ്രെയിമിൽ നിന്ന് നമുക്ക് ഇത് ഷെയ്ഡഡ് എഡ്ജസിലേക്കാവുക, ഷെയ്ഡഡ് വിത്ത്. ഇപ്പോൾ നമുക്ക് ശരിക്കും കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞു. ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് മൗസിൻ്റെ മിഡിൽ ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്താൽ മതിയാവും, റൊട്ടേറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ശരി കൃത്യമായിട്ട് നമുക്കത് കാണാൻ കഴിയും. സബ്ട്രാക്ട് ചെയ്ത് കൃത്യമായിട്ട് നമ്മളൊരു 3D വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇനിയിപ്പോൾ ഈ രീതിയിലിരിക്കുന്നു. ഇത് നമുക്ക് നമ്മൾ പഴയ രൂപത്തിൽ പഴയ വ്യൂവിലാക്കാനായിട്ട് രണ്ടാമതും വന്ന് SW ഐസോമെട്രിക് ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. രണ്ടാമത് SW ഐസോമെട്രിക് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ രീതിയിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ ഭാഗം നമ്മൾ ശരിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് 3D വാൾ നമ്മൾ ശരിയാക്കി. ഇനി 3D ഡോറാണ് നമുക്ക് ശരിയാക്കേണ്ടത്. 3D ഡോർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യം ഈ 0 ലെയറിലേക്ക് പോവുക. അതെപ്പോഴും നല്ലതാണ്. ഡിഫോൾട്ട് ലെയറിലേക്ക് ആദ്യം പോയിട്ട് അപ്പോൾ നമുക്ക് എല്ലാം ഫ്രീസ് ചെയ്യാനൊക്കെ കഴിയും. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാം. അതായത് 3D വോൾക്ക് നമ്മൾ ഉണ്ടാക്കിയത് ഫ്രീസ് ചെയ്യാം. ഇപ്പോൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് വിൻഡോ അല്ല, ഡോറാണ്. അതിപ്പോൾ നമുക്ക് വേണ്ട. നമുക്ക് ഇത്രയും ഭാഗം മതി. അത് വിൻഡോ നമുക്ക് പിന്നീട് അല്ല ചെയ്യാം. ഇനി നമുക്ക് ഡോറാണ് ചെയ്യേണ്ടത്. ഡോർ ചെയ്യാനായിട്ട് നമുക്കിവിടെ ഡോർ ഓപ്പണിങ്സ് ഉണ്ട്. അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് വേറെ ഈ ഓപ്പണിങ്സിൽ നമുക്ക് ബോക്സ് ഉണ്ടാക്കിയാൽ മതിയാവും. ഈ ഓപ്പണിങ്സിൽ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് ഒരു ലെയർ ഉണ്ടാക്കണം. 3D ലെയർ എപ്പോഴും ഉണ്ടാക്കണം. അപ്പോൾ 3D ഡോർ എന്ന് പറഞ്ഞിട്ട് ലെയർ ഉണ്ടാക്കാം. അപ്പോൾ LA ലെയറിൻ്റെ പ്രോപ്പർട്ടി മാനേജർ എടുക്കാൻ LA എൻ്റെ ഇതിൽ ഒരു പുതിയ ലെയർ, ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക. ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യുക. അതിന് 3D ഡോർ എന്ന് കൊടുക്കുക. 3D ഡോർ എന്ന് കൊടുക്കുക. അതിന് കളർ എന്തായാലും വേണ്ടില്ല. അത് നമുക്ക് അത് ശരിക്കും ഹോളാക്കി തീരുന്നതാണ്. അപ്പം കളർ വൈറ്റ് ആയാലും ഒന്നും കുഴപ്പമില്ല. ഇനി അത് നമുക്ക് സെറ്റ് കറണ്ട് ആക്കണം. കറണ്ട് ആക്കാം. ഇവിടെ കറണ്ട് ലെയർ ആക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഇപ്പോൾ 3D ഡോറാണ് കറണ്ട് ലെയർ ആയിരിക്കുന്നത്. ഇനി നമുക്ക് ബോക്സ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് 3D ഡോറുകൾ ഉണ്ടാക്കാം. നോക്കാം. ബോക്സ് കമാൻഡ് എടുക്കുക. 3D ഡോർ ശരിക്കും പറഞ്ഞാൽ 7.5 അടിയാണ് പൊക്കം. അപ്പോൾ നമുക്ക് ഇവിടെ ബോക്സ് എടുക്കാം. 7.5 അടി. ഇനി നമുക്കിത് ഷെയ്ഡ് അഡ്ജസ്റ്റിൽ നിന്ന് ശരിക്കും നമുക്ക് നല്ല അതായിരിക്കും. ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതായിരുന്നു 2D വയർ ഫ്രെയിമാണ് നല്ലത്. ആക്കാം. ഇനിയും ബോക്സ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഡോർ ഉണ്ടാക്കാം. അതിന് ഈ ഇവിടെ ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. സെക്കൻഡ് ഔട്ട് പോയിന്റ് ആയിട്ട് ഇത് സെലക്ട് ചെയ്യുക. 7.5 അടി സെലക്ട് ചെയ്യുക.
ഇനി എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്കത് പ്രീവിയസ് കമാൻഡ് കിട്ടിക്കഴിഞ്ഞ് ഡോറിൻ്റേത് 3D ഡോറിൻ്റേത് നമുക്ക് ഫസ്റ്റ് കോർണറായിട്ട് ഈ ഭാഗം ഈ എൻ പോയിന്റ് സെലക്ട് ചെയ്യുക. സെക്കൻഡ് കോർണറായിട്ട് ഈ എൻ പോയിന്റ് സെലക്ട് ചെയ്യുക. 7 അടി പക്കത്തിലേക്ക് ഉയർത്തുക. അത് 3 എണ്ണം നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഡോറ് ഇങ്ങോട്ട് ഈ ഔട്ട് സൈഡ് ഈ ഭാഗത്ത് ബാക്കിൽ കോപ്പി ചെയ്യാം. ഈ ഡോറ് ഇവിടെ ഈ ബാത്റൂമിന് കോപ്പി ചെയ്യാം, ബെഡ്റൂമിൻ്റെ. അപ്പോൾ ആദ്യം തന്നെ ഇത് നമുക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ കോപ്പിയുടെ ഷോർട്ട്കട്ട് CO ആണ്. CO എൻ്റർ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. എന്നിട്ട് ബേസ് പോയിന്റ് ആയിട്ട് ഈ പോയിന്റ് സെലക്ട് ചെയ്യുക. ഇനി സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഇതിൻ്റെ ഈ എൻ പോയിന്റ്, ഈ പുറത്തെ എൻ പോയിന്റ്, ഈ എൻ പോയിന്റ് സെലക്ട് ചെയ്യുക. ഇനി എൻ്റർ അടിക്കുക. അപ്പോൾ അവിടെ നമ്മളത് കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഡോർ നമുക്ക് ഇങ്ങോട്ട് കോപ്പി ചെയ്യണം. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കോപ്പി ഓൾറെഡി ഉണ്ട്. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കോപ്പി കറണ്ട് കമാൻഡായി. സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ആയിട്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഈ എൻ പോയിന്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് ഈ നമ്മൾ 5 ശരിക്കും പറഞ്ഞാൽ 5 ഡോട്ട്സും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്തിരിക്കുന്ന 3D wall ഉണ്ട്, അത് നമുക്ക് ഡ്രോ ചെയ്യാം. ഡ്രോ ചെയ്യുന്ന പറഞ്ഞാൽ അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഡ്രോ ചെയ്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ 3D wall-ൽ നിന്ന് ഈ 3D ഡോറുകൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ സബ്ട്രാക്ട് കമാൻഡ് എടുക്കുക. SU ആണ് ഷോർട്ട് കട്ട്. SU എൻ്റർ. 3D wall ആദ്യം സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ശേഷം സബ്ട്രാക്ട് ചെയ്യേണ്ടതായ 3D ഡോറുകൾ സെലക്ട് ചെയ്യുക. ഇനി എൻ്റർ ചെയ്യുക. ഇപ്പോൾ ശരിക്കും അതെല്ലാം നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ 2D വയർ ഫ്രെയിമിൽ നിന്ന് മാറി നമുക്ക് ഷെയ്ഡ് ടു ജഡ്ജസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ കഴിയും. വേണ്ട, ഈ ഡോറുകളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും വേണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് മൗസിൻ്റെ മിഡിൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഡോറുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി പഴയ വ്യൂവിലേക്ക് വരാൻ ഈ SW ഐസോമെട്രിക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഒരു പ്രാവശ്യം കൂടി SW ഐസോമെട്രിക് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം ഇങ്ങനെയായി. ഇപ്പോൾ നമ്മൾ 2 ഭാഗം 3D ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 3D വിൻഡോ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇത് നമ്മൾക്ക് ഇതിൽ നിന്ന് ഇതുപോലെ തന്നെ 0 ലെയറിലേക്ക്, ഡിഫോൾട്ട് ലെയറിലേക്ക് ആദ്യം ആക്കാം. ശേഷം ഈ 3D വാൾ അത് നമുക്ക് ഫ്രീസ് ചെയ്യാം. ഇനി നമുക്ക് വിൻഡോ ഡ്രോ ചെയ്യാം. വിൻഡോ നമുക്ക് ഡ്രോ ചെയ്യാം. ഫ്രീസ് ചെയ്ത് ഡ്രോ ചെയ്യാം. ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വിൻഡോ വന്നു കഴിഞ്ഞു. നോക്കാം. ഇവിടെ എല്ലാത്തിനും വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കാം. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. ഒരെണ്ണം കൂടി നമുക്ക് ഫ്രീസ് ചെയ്യാം. നമുക്കിനി ഈ വാൾ ആവശ്യമില്ല. ഈ വാൾ കൂടി നമുക്ക് ഫ്രീസ് ചെയ്യാം. ഇപ്പോൾ വാൾ ഫ്രീസ് ചെയ്ത് ആകെ ഈ വിൻഡോയുടെ ഈ ഭാഗം മാത്രമേ നമുക്ക് ഉള്ളൂ. ഇനി നമുക്ക് 3D വിൻഡോ എന്ന് പറഞ്ഞാൽ ലെയർ ഉണ്ടാക്കാം. ലെയർ കമാൻഡ് എടുക്കുക. LA മാനേജ്മെന്റ് ഷോർട്ട്കട്ട് LA എൻ്റർ. ഇതിൽ ന്യൂ ലെയർ എടുക്കുക. അതിന് 3D വിൻഡോ എന്ന് പേര് കൊടുക്കാം. അതിന് ഏത് കളറായാലും മതി, കാരണം അതൊരു ഹോളായി തീരുന്നതാണ്. അപ്പോൾ കളറിൻ്റെ പ്രശ്നമില്ല. ഇനി അതിന് നമുക്ക് സെറ്റ് കറണ്ട് ആക്കാം. കറണ്ട് ലെയർ ആക്കാം. ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ കറണ്ട് ലെയർ ആയിട്ട് ഇനി ക്ലോസ് ചെയ്യാം.
ഇനി ഇതാണ് നമുക്ക് ബോക്സ് ആക്കി കഴിഞ്ഞിട്ട് വിൻഡോ ആക്കേണ്ടത്. അപ്പോൾ ബോക്സ് കമാൻഡ് എടുക്കാം. ആദ്യം ഓരോന്നും ക്ലിക്ക് ചെയ്യുക. അത് നമുക്ക് ശരിക്കും 3.5 അടിയാണ് ഓരോ വിൻഡോയുടെ ഉയരം. അപ്പോൾ 3.5 അടിയിലേക്ക് നമുക്ക് ഹൈറ്റിലേക്ക് നമുക്ക് ആ ബോക്സ് ഉണ്ടാക്കാം. മൂന്നര അടിയിലേക്ക് വയ്ക്കാം. ഇത് നമുക്ക് ഷെയ്ഡഡ് വിത്ത് അടിച്ചിലാണ്. അത് നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് 2D വയസ്സമേലാക്കാം. ഇനി ബോക്സ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഫസ്റ്റ് കോർണർ ഇതാക്കാം. സെക്കൻഡ് കോർണർ ഇതാക്കാം. 3.5 അടി. എൻ്റർ അടിച്ചാൽ മതിയാവും. ഫസ്റ്റ് കോർണർ ഇത്, സെക്കൻഡ് കോർണർ ഇവിടെ 3.5 അടി. എൻ്റർ അടിക്കുക. സെക്കൻഡ് കോർണർ ഇത് 3.5 അടി. ഇനി വിളിക്കുക. അടി. എൻ്റർ ചെയ്യുക. അടി. എൻ്റർ അടിക്കുക. അടി. ഇത്രയും നമ്മൾ 3.5 അടിയിലുള്ള വിൻഡോസിന് വേണ്ടിയിട്ട്. ഇത് രണ്ടും വിൻഡോസ് അല്ല, അത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വിൻഡോസ് അല്ല. അത് നമുക്ക് 1.5 അടി മതിയാവും. 1.5 അടി ഉയരത്തിൽ മതിയാവും. അപ്പോൾ ബോക്സ് എൻ്റർ അടിച്ചാൽ മതിയാവും. 1.5 അടിയിലേക്ക് എൻ്റർ ചെയ്യാം. അത് വെന്റിലേറ്ററാണ്. അതിൻ്റെ 1.5 അടി. അടി. ഇത് രണ്ടും 1.5 അടിയിലേക്കാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്കിത് എല്ലാം മൂവ് ചെയ്യണം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലോർ ലെവലിലാണ് ഇരിക്കുന്നത് വിൻഡോസ്. നമുക്ക് ശരിക്കും പൊക്കണം. അത് 4 അടി ഉയരത്തിലേക്ക് പൊക്കണം. ഫ്ലോർ ലെവലിൽ നിന്ന് 4 അടി ഉയരത്തിലാണ് വിൻഡോസ്. ഉദാഹരണത്തിന് കാണിച്ചു തരാം. നമുക്ക് ഈ 3D വിൻഡോസ്, ഈ 3D വോൾ എടുത്ത് നോക്കാം. നമുക്ക് ഉണ്ടോ? ഇപ്പോൾ എല്ലാം അടിയിലാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് പൊക്കി 4 അടി ഉയരത്തിലേക്ക് പൊക്കണം. വിൻഡോസ് ഈ ലെവലിൽ നിന്ന് 4 അടി ഉയരത്തിലേക്ക് പൊക്കണം. അപ്പോൾ നമുക്ക് 3D വോൾ ഒന്നും കൂടി റീസ് ചെയ്യാം. ഇനി നമുക്ക് അത് പൊക്കാൻ നോക്കാം. അതിന് പോക്കുന്നതിന് നമുക്ക് മൂവ് കമാൻഡ് എടുക്കാം. M ആണ് ഷോർട്ട്കട്ട്. M എൻ്റർ. അതിന് മുമ്പ് ശരിക്കും നമ്മൾ ഈ ഓർത്തോ ഓൺ ആക്കുന്നതെന്നായിരിക്കും. ഓർത്തോ ഓൺ ചെയ്യുക. ഇനി M എൻ്റർ. നമുക്ക് ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. മൂവ് ചെയ്യേണ്ടത് 4 അടിയിലേക്കാണ്, മുകളിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഇത്രയും ഭാഗം. ഈ വെന്റിലേറ്റർ 4 അടിയല്ല, അത് നമുക്ക് പിന്നീട് മൂവ് ചെയ്യാം. ഇനി എൻ്റർ ചെയ്യാം. ഇനി എവിടെയെങ്കിലും പ്രസ് ചെയ്യാം.
നേരെ മുകളിലേക്ക് പോകുക. ഓർത്തോഗോണായിരിക്കണം. 4 അടി സെലക്ട് ചെയ്യുക. 4 അടി എൻ്റെ. അപ്പം 4 അടി മുകളിലേക്ക് അത് മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ 6 അടി അടുത്തേക്ക് ഏറ്റവും മുകളിലേക്ക്, അതായത് 9 അടി ആണ് നമ്മളുള്ളത്. അതിൽ നിന്ന് നമുക്ക് 3 അടി താഴേയിലേക്കായിരിക്കണം ഈ വെന്റിലേറ്റർ ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് 6 അടി ഉയരത്തിലേക്ക് മൂവ് ചെയ്യാം. അപ്പം മൂവ് കമാൻഡ് ഓൾറെഡി ഉണ്ട്, എൻ്റർ അടിച്ചാൽ മതിയാവും. നമുക്ക് ഇത് രണ്ടും സെലക്ട് ചെയ്യാം, എൻ്റർ ചെയ്യാം. അതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് 6 അടി എൻ്റർ ചെയ്യാം. അപ്പോൾ 6 അടി മൂവ് ചെയ്തു. ഇനി നമുക്ക് ഈ വിൻഡോ 2D വിൻഡോ അതിൻ്റെ ലെയർ ആവശ്യമില്ല, അത് നമുക്ക് ഫ്രീസ് ചെയ്യാം. വിൻഡോ എന്ന് കാണുന്നത് ഫ്രീസ് ചെയ്തേക്കാം. അപ്പോൾ 2D വിൻഡോ പോയി കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ നമുക്ക് നോക്കാം. ഇനി നേരെ കാണാം 3D വാൾ, അത് ഡോ ചെയ്യാം. ഫ്രീസ് ചെയ്തത് ഡോ ചെയ്യാം. അതിൽ നിന്നാണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത് വിൻഡോസ്. അപ്പോൾ അത് ഡോ ചെയ്ത് കഴിഞ്ഞു. ഇനി 3D വാൾ നമുക്ക് ആദ്യം സെലക്ട് ചെയ്ത് അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ഷൻ ഇത്. അപ്പോൾ അത് സബ്ട്രാക്ട് കമാൻഡ് എടുക്കാം. SU ആണ് ഷോർട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് സബ്ട്രാക്ട് എടുത്താൽ മതിയാവും. SU എൻ്റർ. SU എൻ്റർ. ആദ്യം 3D വാൾ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ശേഷം ത്രീ ഡി വിൻഡോസ് എല്ലാം സെലക്ട് ചെയ്യുക. 3D വെന്റിലേറ്ററും സെലക്ട് ചെയ്യണം. എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹോളായി തീർന്നു. കാരണം ആ ലൈറ്റ് വൈറ്റ് ഏരിയ പോയി കഴിഞ്ഞാൽ അതായത് അത് ഹോളാണെന്നാണ് കാണുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇത് ശരിക്കും 2D വയർ ഫ്രെയിമിൽ നിന്ന് നമുക്ക് 3D ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്നത്. എല്ലാ വിൻഡോസും കൃത്യമായിട്ട് ഈ എല്ലാം ശരിയായി കഴിഞ്ഞു. എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു. ഇനി ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. മൗസിൻ്റെ മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, ഇങ്ങനെ മൂവ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിൻഡോസും കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ശരിക്കും അറിയാൻ കഴിഞ്ഞു വിൻഡോസ് ക്രിയേറ്റ് ചെയ്തതായിട്ട്. ഇനി നമുക്ക് കൃത്യമായിട്ട് അതുപോലെ ആക്കണമെങ്കിൽ SU ഐസോമെട്രിക് രണ്ടാമതും ആ വ്യൂവിലേക്ക് ആക്കണം. SW ഐസോമെട്രിക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ വ്യൂവിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത്, കൂടുതൽ ക്രിയേറ്റ് ചെയ്യാനുള്ളത് 3D ഫ്ലോർ ഉണ്ട്. അതോടൊപ്പം തന്നെ 3D റൂഫ് ഉണ്ട്. പിന്നെ 3D ബേസ്മെന്റ് ഉണ്ട്. ഈ ബേസ്മെന്റ് 3D റൂഫ്, 3D ഫ്ലോർ, 3D സ്റ്റെപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ സമയപരിധി മൂലം ഇത്രയും കൊണ്ട് നമുക്ക് ഈ പാർട്ട് അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടിലേക്ക് നമുക്ക് ബാക്കിയുള്ള 3D പോർഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എൻ്റെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.